സ്വാമിയേ ശരണമയ്യപ്പ. ഓം ബ്രഹ്മക്ഷേത്രം, അയ്യപ്പ ക്ഷേത്രം എല്ലാ ജന്മദോഷങ്ങളും ഇല്ലാതാക്കുന്ന ഏക ത്രിമൂർത്തി സംഗമസ്ഥാനമാണ് ഓം ബ്രഹ്മക്ഷേത്രം വരിഞ്ഞം. കല്ലുവാതുക്കൽ. ഫോൺ 9999505016 2024 ഫെബ്രുവരി 28 ബുധൻ മുതൽ മാർച്ച് 9 ശനി വരെ. മലയാള വർഷം 1199 കുംഭം 15 മുതൽ 25 വരെ. തൃക്കൊടിയേറ്റ്, മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, മഹാസുദർശന ഹോമം, കലശം, ശീവേലി, തൃപ്പടി പൂജ, അഖണ്ഡ നാമജപ യജ്ഞം, സമൂഹ പൊങ്കാല, ഓട്ടൻതുള്ളൽ, സർഗസംഗീതം, അന്നദാനം. മഹേശ്വരനും അയ്യപ്പനും മോഹിനീ രൂപം പൂണ്ട മഹാവിഷ്ണുവും ഏക പീഠപ്രതിഷ്ഠ ഭഗവത് ശക്തിയാൽ നടന്ന ഏക ക്ഷേത്രം. എല്ലാ ശനിയാഴ്ചയും 10:30 ശീവേലിയും ശനിദോഷ നിവാരണത്തിന് നീരാഞ്ജന വിളക്കും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ വർഷവും കുംഭം 15 മുതൽ 25 വരെ പ്രതിഷ്ഠ വാർഷിക മഹോത്സവം നടന്നു വരുന്നു. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ക്ഷേത്രം ഉണ്ടായിട്ട് ഇപ്പോൾ 60ാമത്തെ വർഷമാണ്. ഞാൻ ആദ്യം മലയ്ക്ക് വന്ന് ഭഗവാന്റെ ദർശനം ഉണ്ടായി. അങ്ങനെയുള്ള തുടങ്ങിയ ക്ഷേത്രമാണ്. ഇപ്പം ഞാൻ 60 മലയായി. അങ്ങനെ ഓരോ ഭാഗത്തു നിന്ന് വന്നും അങ്ങനെ അറിഞ്ഞറിഞ്ഞാണ് ഭഗവാന്റെ ചൈതന്യത്തെ പറ്റി അറിഞ്ഞാണ് വെളിയ രാജ്യത്തു നിന്ന് വരെ സിംഗപ്പൂർ, അമേരിക്ക, ഓസ്ട്രേലിയ, തമിഴ്നാട്, കാനഡ എന്നെല്ലാ ഭാഗത്ത് വരുന്ന ഇളയരാജ സാറ് എന്നെ 2010 ദർശനത്തിന് വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോരുത്തർക്കുള്ള അനുഭവം കൊണ്ടാണ് ഈ കാണുന്നതെല്ലാം ചെയ്യുന്നത്. നമ്മൾ നടന്ന പിരിവുകളൊന്നുമില്ല, ദക്ഷിണയില്ല. വരുന്നവിടെ സന്തോഷം സുഖമാണെന്ന് എൻ്റെ ദക്ഷിണ. ഇതുവരെ ആരും ദക്ഷിണ അങ്ങ് മേടിക്കാറില്ല. അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനും വിഷ്ണു അയ്യപ്പനോടാണ്. അയ്യപ്പൻ പാലാഴി മാതനത്തിൽ ജനിച്ചതായിട്ടാണ് ഇവിടുത്തെ ഐതിഹ്യം. നടുക്ക് അയ്യപ്പൻ, ഇട സൈഡ് മഹാവിഷ്ണു, മോഹിനി, വത്സര ശിവൻ. അങ്ങനെ ത്രിമൂർത്തികൾ മൂന്നും കൂടെ ഒരു പീഠത്തിരിക്കുന്നത് കേരളത്തിൽ ഇതേ ഉള്ളൂ. പിന്നെ എൻ്റെ അറിവിൽ ലോകത്ത് വേറെ എങ്ങും ഇല്ല എന്നാണ് എൻ്റെ അറിവ്. അതും അയ്യപ്പൻ്റെ ശക്തി പ്രതിഷ്ഠയാണ്, കർമ്മപ്രതിഷ്ഠയല്ല. ഒരു ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ച് ആ പീഠത്തിൽ വയ്ക്കുകയും അത് ആടിയണിരിക്കുകയും അപ്പോഴത്തന്നെ ഉറക്കുകയും ചെയ്യുന്നതാണ്. കർമ്മപ്രതിഷ്ഠയല്ല. മറ്റേ ശിവഭഗവാന്റെ വിഷ്ണുവിൻ്റെതും കർമ്മപ്രതിഷ്ഠയാണ്, അഷ്ടബന്ധ പ്രതിഷ്ഠയാണ്. അയ്യപ്പൻ്റെതല്ല. ആദ്യം ചെറിയ ക്ഷേത്രമായിരുന്നു, പടി ഇവിടെയായിരുന്നു ആദ്യത്തേത്. പിന്നെ ഇതിപ്പോൾ തന്നെ വലുതായിട്ട് 18 കൊല്ലമായി. അതിനുശേഷം ശിവേലിക്കെല്ലാം പരുന്ത് വരും, ഉത്സവത്തിന് വരും. തൃക്കൊടിയേറ്റപ്പം അവിടെ 3 പരുന്ത് വരും. പണ്ടാരടുപ്പ് തീയറ്റിക്കും വരും. ഉത്സവത്തിനെല്ലാം പരുന്ത് വരും. എല്ലാ ശനിയാഴ്ചയും ശിവേലിക്കും ക്ഷേത്രത്തിൻ്റെ മുകളിൽ കൃഷ്ണ പരന്ത പട്ടോട്ട് കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവത്തിൻ്റെ പ്രധാനം എന്ന് പറയുന്നത് അന്നദാനമാണ്. സ്റ്റേജ് പരിപാടികളില്ല. ഇവിടുത്തെ ശബരിമല പോകാത്ത ആളുകളെല്ലാം ഇവിടെയാണ് കെട്ടും കെട്ടി വരുന്നത്. ഇവിടെ 2 കൊല്ലത്തിന് മുമ്പ് തന്നെ വട്ടക്കുഴി എന്ന അടുത്ത സ്ഥലമുണ്ട്. അവിടെ ഒരു സ്ത്രീക്ക് ശബരിമലയിൽ പോകാൻ ഒക്കാതെന്ന് ഭഗവാൻ സ്വപ്നം കാണിച്ചെന്ന് പറയുന്നത്. എൻ്റെ ക്ഷേത്രം അടുത്തൊന്നുണ്ട്, നീ വിഷമിക്കണ്ട, അവിടെ പോയാൽ മതിയെന്ന് പറഞ്ഞ് അവരിവിടെ വന്ന് കണ്ടിട്ട് പിന്നെ പോയി കെട്ടും കെട്ടി വന്ന് ഇപ്പോഴും ഒക്കാത്തവരെല്ലാം ഇവിടെ തന്നെ കെട്ടി വരുന്നത്. ഇപ്പം തന്നെ പടി തന്നെ ഇനിയിപ്പം മാറ്റുന്നത് ദക്ഷിണ ശബരിമല ആക്കാനുള്ള രീതിയാണ്. അത് ഭഗവാന്റെ കൽപ്പനയാണ്. അതിന് 2 കൊല്ലത്തോളം ഈ പടിയെല്ലാം മാറ്റം ശബരിമല അതുപോലെ പണിയാനുള്ള പദ്ധതിയാണ്. അതിൻ്റെ അളവുകളെല്ലാം എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അത് 2 കൊല്ലത്തിനകം പണി തീരും.